ഞാനിപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിൽ അഡ്മിറ്റാണ്. ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഞാൻ ഇപ്പോഴും. ചികിത്സ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം നട്ടല് ബാക്ക് പെയിനുണ്ട്. പിന്നെ ക്ഷീണം, ഭയങ്കരമായ ക്ഷീണം. കാരണം ഒരു തുള്ളി വെള്ളം പോലും ഈ 2 ദിവസം കൊണ്ട് ശകലം പോലും വെള്ളം കുടിക്കാനോ ആഹാരമോ ഒന്നും ലഭിച്ചില്ല. ഈ പറയും പോലെ ഇന്നും അവധിയായിരുന്നെങ്കിൽ പക്ഷേ ഈ കക്ഷി അവിടെ എത്തിച്ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇന്നും ഒരു ഗവൺമെൻറ് അവധിയായിരുന്നുവെങ്കിൽ പക്ഷേ ഇന്ന് തന്നെ തുറന്ന് വിടാനെത്തി ദൈവത്തിന് പോയി എത്തിയ ആൾ ചിലപ്പോൾ എത്താൻ അദ്ദേഹം കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു. എന്തോ ഒന്ന് തുറന്ന് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാനും ഇരുന്ന് സംസാരിക്കാനും പറ്റുന്നു. പക്ഷേ നമ്മുടെ സാധാരണക്കാരൻ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് സർക്കാർ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഇന്ന് ഗവൺമെൻറ് ആശുപത്രിയിലാണ് എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും. പ്രത്യേകിച്ച് ഞാൻ ജനറൽ ആശുപത്രിയിലാണ്. ജനറൽ ആശുപത്രിയിൽ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് സർക്കാർ ആശുപത്രിയാണ് ഞാനും എൻ്റെ കുടുംബം എല്ലാം ആശ്രയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വാസമുള്ളതും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. നമ്മുടെ ഏത് സാധാരണക്കാരനും ചെല്ലാൻ കഴിയുന്നതും എത്ര ഉന്നത ഹോസ്പിറ്റൽ അഡ്മിറ്റായാലും അവസാനം അഭയം പ്രാപിക്കുന്നതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ്. അങ്ങനെയുള്ള മെഡിക്കൽ കോളേജിൻ്റെ സൽപ്പേര് നിലനിർത്തണമെങ്കിൽ ഇത്തരം സംഭവം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ സൽപ്പേര് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ മേലിലെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഒരു തലത്തിലും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് പറ്റിയ അനുഭവം മറ്റൊരാളിന് ഇനി പറ്റാതിരിക്കട്ടെ. ഏതെങ്കിലും ഒരു കുട്ടിയുടെ മാതാവിന് എന്തെങ്കിലും ഏതെങ്കിലും മാതാവിൻ്റെ കുട്ടിക്ക് സംഭവിക്കുമ്പം അപ്പോഴൊരു സമാശ്വാസ വാക്ക് പറഞ്ഞു പോയാൽ പോരാ. ഇത് ആരോഗ്യ മേഖലയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരുപോലെ വിലപ്പെട്ട ഉത്തരം പറയുന്ന മേഖലയാണ് ആരോഗ്യ മേഖല. ഇത് ശക്തമായി നിലനിന്ന് പോകണമെങ്കിൽ, മെഡിക്കൽ കോളേജിൻ്റെ യശസ് ഉയരണമെങ്കിൽ മേലിലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തത്വരമായ നടപടി എന്ന് പറഞ്ഞാൽ ഈ ലിഫ്റ്റുകളിലൊക്കെ ആധുനിക സംവിധാനങ്ങളിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്കുള്ള എൻ്റെ അല്ല. ഇപ്പോൾ എന്തായാലും താങ്കൾ ജീവിതത്തിൽ ഒരു വലിയ ദുരനുഭവം നേരിട്ടു. സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ എന്തായാലും കണ്ടല്ലോ. ഇനി ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർ പറഞ്ഞോ? അതെ, അത് ആക്ഷൻ എടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റുമാണ്. അതിനെ സജഷൻ വെക്കണം. സജഷൻ വിദഗ്ധരുമായി ആലോചിച്ച് സജഷൻ വെച്ച് ഇത് ഈ രംഗത്ത് മാത്രമല്ല, ലിഫ്റ്റ് മാത്രമല്ല, എന്തെല്ലാം ചെയ്യാൻ കഴിയും മെഡിക്കൽ കോളേജിൽ. തീർച്ചയായിട്ടും.